മാങ്ങാക്കാലം കഴിയുമ്പോഴേക്കും ഒരു ചെത്ത് മാങ്ങക്കറിയും കൂടെ ഉണ്ടാക്കി വെക്കാം. 6 മാസം വരെ സുഖമായിട്ട് കേടാകാതെ ഇരുന്നുള്ളൂ. നല്ല മണവും ചേനയും പുളിയൊക്കെയുള്ള നാട്ടുമാങ്ങയാണ് വേണ്ടത്. അല്ലെങ്കിൽ അച്ചാറിടാൻ പറ്റുന്ന മാങ്ങ ഏതായാലും എടുക്കാം. കഴുകി വെള്ളം കളഞ്ഞ് തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചേർത്ത് ചെത്തിയിടാം. ഇതിലേക്ക് മാങ്ങയും ഉപ്പും മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി മാത്രം മതി. ആദ്യം മാങ്ങയിലേക്ക് ഉപ്പിട്ട് ഒരു ദിവസം വെക്കാം. ഉപ്പ് പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് 5 കിലോ മാങ്ങ ചെത്തിയതുണ്ട്. ഇതിലേക്കൊരു 450 ഗ്രാം കല്ലുപ്പ് ചേർക്കാം. കൂടുതലുള്ളതുകൊണ്ട് മാങ്ങ ഉപ്പ് ഇടകലർത്തിയിടുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് കുലുക്കി മറിച്ചിട്ടാണ്. പിറ്റേ ദിവസം ആയപ്പോഴേക്കും മാങ്ങ മൂടോളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കാം, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടാം. എരിവുള്ള വറ്റൽമുളക് പൊടിയും നിറമുള്ള പിരിയമുളക് പൊടിയും കൂടെ പകുതി പകുതിയാണ് ചേർക്കുന്നത്. രണ്ടും കൂടി ഒരു 400 ഗ്രാം ഉണ്ട്. എരിവ് അവനവൻ്റെ പാകത്തിനാക്കി എടുക്കണം. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവ എണ്ണ ചേർക്കാതെ പുളിയുറുമ്പിൻ്റെ നിറായി പൊട്ടാൻ തുടങ്ങുന്നവരെ ചൂടാക്കി തണുത്ത് വരുമ്പോൾ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി കായം പൊടിച്ചതൊരു 2 ടേബിൾ സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. മതി, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് മാങ്ങയും കൂടി ഇട്ട് ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് കഴുകി തുടച്ച് ഉണങ്ങിയ ഭരണിയിലോ ഉടയുന്ന മറ്റേതെങ്കിലും ചില്ല് പാത്രത്തിലോ ഇട്ട് അടച്ചു വെക്കാം. കേടാകാതിരിക്കാനുള്ള ഉറപ്പിന് നല്ലെണ്ണ ചൂടാക്കി തണുത്ത് വരുമ്പോൾ അച്ചാറിൻ്റെ മുകളിൽ വാട്ടിയ വാഴയില വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊഴിച്ച് അടച്ച് തുണി വെച്ച് മൂടി കെട്ടി വെക്കാം. അല്ലെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞ് ആവശ്യത്തിനുള്ള അച്ചാർ പുറത്ത് വെച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം.